നമസ്കാരം. TC വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിനായി ജില്ല സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ വിപുലമായ സംവിധാനങ്ങൾ. പൊതു തെരഞ്ഞെടുപ്പുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിരു SM പോളിയിൽ നടന്നു. പോളിംഗ് യന്ത്ര സാമഗ്രികളുടെ വിതരണം കുറ്റമറ്റ രീതിയിൽ നടത്തിയതായി തിരു സബ് കളക്ടർ അദീല അബ്ദുള്ള. റിസർവ് പോളിംഗ് ഓഫീസർമാർക്ക് മുഴുവൻ പ്രതിഫലവും നൽകിയില്ലെന്ന് പരാതി. ജീവനക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തി. സ്പിരിറ്റുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് എലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കിഷൻ ചന്ദിന് ഗുരുതരമായി പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വിധിക്ക് മുമ്പേ തെരഞ്ഞെടുപ്പിനായി ജില്ല സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലാകെ 2361 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. വിധിയെഴുത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ജില്ലയിൽ തയ്യാറായി കഴിഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു. അതത് നിയോജക മണ്ഡലങ്ങളുടെ വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ജില്ലയിലാകെ 2361 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അതിൽ 2298 ബൂത്തുകൾ മുൻപേ നിശ്ചയിച്ചവയാണ്. 63 അധിക ബൂത്തുകളുണ്ട്. 40 മാതൃകാ ബൂത്തുകളും വനിതാ ഉദ്യോഗസ്ഥർ മാത്രമുള്ള 15 ബൂത്തുകളും വനിതകൾക്ക് മാത്രമായി 12 ബൂത്തുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 92 VVPAT ബൂത്തുകളാണ് മലപ്പുറത്തുള്ളത്. 1200-ലധികം വോട്ടർമാരുള്ള 1566 ബൂത്തുകളുമുണ്ട്. പോളിംഗ് ബൂത്തിൽ വിശ്രമിക്കാൻ തണൽ, ശുദ്ധജലം, വെളിച്ചം, ശുചിമുറി, റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 2883 ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളും കരുതൽ യന്ത്രങ്ങളായി 575 എണ്ണവും VVPAT യന്ത്രങ്ങൾ 92മാണുള്ളത്. ആകെ 12914 ഉദ്യോഗസ്ഥരാണുള്ളത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും കുറഞ്ഞത് ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരും ഉണ്ടാകും. സുരക്ഷയ്ക്കായി 5300 സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനാംഗങ്ങളും ഞായറാഴ്ച ഉച്ചയോടെ പോളിംഗ് ബൂത്തുകളിൽ എത്തിത്തുടങ്ങും. പ്രശ്നസാധ്യതയുള്ള 121 ബൂത്തുകളിലെ ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് വഴി കളക്ടറേറ്റിലെ ഏകോപന കേന്ദ്രത്തിൽ ലഭ്യമാക്കാനും സംവിധാനമൊരുക്കിയിട്ടുണ്ട്. കൂടാതെ സൂക്ഷ്മ നിരീക്ഷകരുടെ സാന്നിധ്യവും കേന്ദ്രത്തിലുണ്ടാവും. പൊതു തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിരു SM പോളിയിൽ നടന്നു. 3 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. പൊതു തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം തിരു SM പോളിയിൽ നടന്നു. താനൂർ, തിരൂർ, കോട്ടക്കൽ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് തിരു SM പോളിയിൽ നടന്നത്. അതത് നിയോജക മണ്ഡലങ്ങളുടെ വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് സാമഗ്രികൾ വിതരണം ചെയ്തത്. രാവിലെ 10 മണിയോടെ തന്നെ വിതരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർ യന്ത്രസാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി നേരത്തെ തന്നെ വിതരണ കേന്ദ്രത്തിൽ എത്തിയിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റിംഗ് യൂണിറ്റ്, വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് സ്ലിപ്പ്, വോട്ടർ പട്ടികകൾ, മഷി, ടാഗ്, സീൽ, റബ്ബർ സ്റ്റാമ്പ്, സ്റ്റാമ്പ് പാഡ്, മെറ്റൽ സീൽ, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി, ഡമ്മി ബാലറ്റ് യൂണിറ്റ്, ID കാർഡ് തുടങ്ങിയവയും 15 തരം ഫോറങ്ങളും 24 ഇനം കവറുകൾ, 6 ഇനം സൂചനാ ബോർഡ്, 20 തരം സ്റ്റേഷനറി തുടങ്ങിയവയാണ് ഓരോ പോളിംഗ് ബൂത്തിലേക്കും നൽകിയത്. പോളിംഗ് യന്ത്ര സാമഗ്രികളുടെ വിതരണം തിരുവിൽ കുറ്റമറ്റ രീതിയിൽ നടന്നു. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരു സബ് കളക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു. താനൂർ, തിരൂർ, കോട്ടക്കൽ തുടങ്ങിയ 3 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് യന്ത്ര സാമഗ്രികളുടെ വിതരണം ഭംഗിയായി പൂർത്തിയായതായി തിരു സബ് കളക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നന്നായി നടക്കുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നല്ല നിലയ്ക്ക് തന്നെയാണ് നടക്കുന്നത്. എല്ലാ പോളിംഗ് പേഴ്സണൽസിൻ്റെ വെൽഫെയർ നോക്കിക്കൊണ്ട് തന്നെ ഡ്യൂട്ടികളെല്ലാം ഇവിടെ വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും അവർ അറിയിച്ചു. പരസ്യപ്രചരണം അവസാനിച്ചതോടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള അണിയറ നീക്കത്തിലാണ് മുന്നണികളും നേതാക്കളും. പരസ്യപ്രചാരണം അവസാനിച്ച് നിശബ്ദ പ്രചരണ ദിവസവും നേതാക്കൾക്ക് വിശ്രമമില്ലാത്ത ദിനം തന്നെയായിരുന്നു. വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ തന്നെയാക്കാനുള്ള അവസാന ശ്രമത്തിലായിരുന്നു നേതാക്കളും മുന്നണികളും. വോട്ടുകൾ ചോരാതിരിക്കാനുള്ള തന്ത്രങ്ങളും നിശബ്ദ പ്രചരണ ദിവസം തന്നെയാണ് മെനഞ്ഞത്. വോട്ട് ലഭിക്കില്ലെന്നുറപ്പുള്ള വ്യക്തികളെയും കുടുംബങ്ങളിലെയും ഒരിക്കൽ കൂടി ചെന്ന് വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഇനി നിങ്ങളോട് പറയുന്നില്ലെന്ന അവസാന വാക്കോടെയാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾ ഇറങ്ങുന്നത്. വോട്ടുകളിൽ അടിയൊഴുക്ക് വരാതിരിക്കാനുള്ള തന്ത്രങ്ങളും മുന്നണികൾ പയറ്റുന്നുണ്ട്. ജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷ കൈവിടാതെയാണ് നിശബ്ദ പ്രചാരണ ദിവസവും മുന്നണി നേതാക്കൾ വോട്ടർമാരെ കാണുന്നത്. ഇനി വിട്ടുപോയവരാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമാണ് മുന്നണി ഓഫീസുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ആരു പറഞ്ഞാലാണ് ഇളകി നിൽക്കുന്ന വോട്ടുകൾ അനുകൂലമാക്കുക, അവരെ കൊണ്ട് തന്നെ പറയിക്കാനാണ് മുന്നണികൾ ശ്രദ്ധ ചെലുത്തുന്നത്. എല്ലാം ഒരിക്കൽ കൂടി കണ്ണോടിച്ച് ഇനി വരുന്നിടത്ത് കാണാം എന്ന ആശ്വാസത്തിൽ പ്രവർത്തകർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. ഒരു ഇടവേള.
ചമ്രവട്ടത്തിന്റെ ഭവന സങ്കല്പങ്ങളിൽ ചിത്രചാരുത പകരുന്നു ഹോം സെന്റർ. കമനീയതയുടെ പര്യായമായ വുഡൻ ഫർണിച്ചറുകൾ, അലങ്കാര ദീപ്തി ചൊരിയുന്ന ഫാൻസി ലൈറ്റുകൾ, ഗൃഹാലങ്കാര വസ്തുക്കൾ, വേൾഡ് ക്ലാസ് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ, ഡോർ ഫ്രെയിംസ് ആൻഡ് ലോക്സ്, ഓഫീസ് ഫർണിച്ചർ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങിയവയുടെ സമ്പൂർണ്ണ ശേഖരം. വീടൊരുക്കൂ ഇനി ലോകോത്തര മേന്മകളോടെ. ഹോം സെന്റർ, തിരൂർ റോഡ്, ചമ്രവട്ടം. പരിചയസമ്പന്നരായ അമീർമാരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഹാജിമാരെ ഇരു ഹറമുകളിൽ എത്തിക്കുകയും മക്കയിലും മദീനയിലും സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത കേരളത്തിലെ പ്രശസ്ത ഹജ്ജ് ഉംറ സർവീസ്. കുറഞ്ഞ നിരക്കിൽ ഉംറയ്ക്കുള്ള അവസരം. സഫർ മുതൽ റമദാൻ വരെയുള്ള ഉംറ ബുക്കിംഗ് തുടരുന്നു. മഖ്ദൂമിയ ഹജ്ജ് ആൻഡ് ഉംറ സർവീസ് കൂട്ടായി. ഡോക്ടർ സന്തോഷ് കുമാരി MBBS DGO ഗർഭകാല പരിശോധനയിലും പ്രസവ ചികിത്സയിലും ദീർഘകാലത്തെ പരിചയസമ്പത്തുമായി ഡോക്ടർ സന്തോഷ് കുമാരി MBBS DGO. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ നിന്നും വിരമിച്ച പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സന്തോഷ് കുമാരിയുടെ കൺസൾട്ടേഷന് താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. സൻഹ ഫെസ്റ്റ് സ്വർണോത്സവം. നേടൂ 10 പവൻ സ്വർണം. ഓരോ 2000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. മാസം തോറും നറുക്കെടുപ്പിലൂടെ ഓരോ പവൻ വീതം. കൂടാതെ 10000 രൂപയ്ക്ക് മുകളിലുള്ള വെഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ 25000 രൂപ വരെ മണി ബാക്ക് ഓഫർ. ഇനി നിങ്ങളുടെ ആഘോഷ മുഹൂർത്തങ്ങൾ സൻഹയോടൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, നിയർ ബസ് സ്റ്റാൻഡ്, തിരൂർ. ബ്രാൻഡഡ് ഹോം അപ്ലയൻസസ്, ക്രോക്കറി ഐറ്റംസ്, കിച്ചൺ വെയേഴ്സ്, അന്ന അലുമിനിയം തുടങ്ങി ഓട്, പിച്ചള, ചെമ്പ് തുടങ്ങിയവയിൽ എന്തും ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നു. പ്രസ്റ്റീജ്, പ്രീതി, സുജാത, ഹാക്കിൻസ് തുടങ്ങിയ ബ്രാൻഡുകളുടെ പ്രഷർ കുക്കർ, മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ എന്നിവയുടെ മലപ്പുറം ജില്ലയിലെ അംഗീകൃത വിതരണക്കാർ. PV ബാലകൃഷ്ണൻ നായർ ആൻഡ് സൺസ്, കോർട്ട് റോഡ്, തിരൂർ. നിങ്ങളുടെ ചുമരുകളെയും അകത്തളങ്ങളെയും മനോഹരമാക്കുവാൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ വർമോറ, സൊമാനി, ഒമെൻ തുടങ്ങിയവയുടെ വെട്രിഫൈഡ് ആൻഡ് സെറാമിക് ടൈൽസുകൾ, ഡിജിറ്റൽ ഫ്ലോർ ആൻഡ് വാൾ ടൈൽസുകൾ, വിവിധ ഡിസൈനുകളിലുള്ള ഗ്രാനൈറ്റ് പീസുകൾ, സാനിറ്ററി രംഗത്തെ നമ്പർ 1 ബ്രാൻഡായ സെറായുടെ CP ഫിറ്റിംഗ്സ് ആൻഡ് ബാത്ത് ഫിറ്റിംഗ്സ്, പ്രയാഗ് കിച്ചൺ സിങ്കുകൾ. ഇന്ന് തന്നെ ലെക്സിക്കോൺ സന്ദർശിക്കൂ. ലെക്സിക്കോൺ ടൈൽസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് സാനിറ്ററി. ഖത്തർ ഗോൾഡ് സൂക്ക്, താനാലൂർ. പാരമ്പര്യത്തിന്റെ അനുഭവ സമ്പത്തുമായി കേറ്ററിംഗ് സർവീസ് രംഗത്ത് ഉത്തമ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഐസ് കാർവിംഗ്, ഫ്രൂട്ട് കാർവിംഗ്, സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ജ്യൂസസ്, ആധുനിക രീതിയും പരമ്പരാഗത ശൈലിയും സമന്വയിപ്പിച്ച് കേരളീയ സദ്യവട്ടങ്ങളുടെ വൈവിധ്യങ്ങളുമായി കവിത ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് കേറ്ററിംഗ് സർവീസ്, തെക്കുമുറി, തിരൂർ. സോറി, അത് ഞങ്ങൾ എടുത്തു. ഇതെങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? ഹലോ, അത് ഞങ്ങള് വാങ്ങിയതാ. ഇതിവിടെ പതിവാണ്. ഏത് സാധനമായാലും ആവശ്യക്കാർ ഒന്നിലധികം ഉണ്ടാവും. പോമ സ്ലൈഡ്സ്. വാർത്തകൾ തുടരുന്നു. താനൂർ നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കിയതായി താനൂർ CI ബിജോയ് അറിയിച്ചു. താനൂർ നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം താനൂർ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ഇഷ്യൂലെസ് ആയിട്ടുള്ള, അതായത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനുവേണ്ടി പോലീസിൻ്റെ ഹൈറാർക്കിയിലെ ഞങ്ങളുടെ ഹെഡായിട്ടുള്ള സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് തുടങ്ങി DYSPയുടെയും എൻ്റെയും എല്ലാവരുടെയും സ്ട്രൈക്കിംഗ് ഫോഴ്സുകളടക്കം എല്ലാവിധ സംവിധാനങ്ങളും പ്ലസ് BSF ഇവിടെ പൊളിറ്റിക്കൽ സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകളുണ്ട്. ആ ബൂത്തിലേക്ക് സേന വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് CCTV ഉണ്ട്. അത് പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അവരതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് 30,33,000 വോട്ടർമാർ തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. 15,43,041 സ്ത്രീകളും 14,90,823 പുരുഷന്മാരുമാണ് സംവിധാനാവകാശം ജില്ലയിൽ വിനിയോഗിക്കുക.
ആകെ 145 സ്ഥാനാർത്ഥികളാണ് 16 മണ്ഡലങ്ങളിലായി മത്സര രംഗത്തുള്ളത്. ഇവരിൽ 11 പേർ വനിതകളാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും സമയം എത്ര വൈകിയാലും വോട്ട് ചെയ്യാം. മെയ് 19-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിനും വോട്ടെണ്ണലിനുമുള്ള ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായി. വോട്ടെടുപ്പിനായി 2361 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരും ഡ്യൂട്ടിക്കുണ്ടാകും. 1200-ൽ കൂടുതൽ വോട്ടർമാരുള്ള 1566 ബൂത്തുകളിൽ 5 പേർ ചുമതലയിലുണ്ടാകും. 2361 പ്രിസൈഡിംഗ് ഓഫീസർമാരും 8641 പോളിംഗ് ഉദ്യോഗസ്ഥരുമടക്കം ആകെ 11002 പേർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടാകും. ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് റിസർവ് ഉദ്യോഗസ്ഥർ വേറെയുമുണ്ട്. ഇതുകൂടാതെ 235 സെക്ടർ ഓഫീസർമാർ ബൂത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടക്കുന്ന വോട്ടെടുപ്പിനായി 2361 വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും സജ്ജീകരിച്ചു. അവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് റിസർവ് മെഷീനുകളുമുണ്ട്. വൻ സുരക്ഷാ സന്നാഹമാണ് തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. 9 കമ്പനി കേന്ദ്രസേന ഉൾപ്പെടെ 5000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ രംഗത്തുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 6 പൊതു നിരീക്ഷകരും 1 ക്രമസമാധാന നിരീക്ഷകനും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി രംഗത്തുണ്ട്. നിരീക്ഷകരെ സഹായിക്കാൻ 131 സൂക്ഷ്മ നിരീക്ഷകരെയും നിയോഗിച്ചിട്ടുണ്ട്. നിശബ്ദ പ്രചാരണവും അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് ഫോട്ടോ ഫിനിഷിംഗിൽ എത്തിയതോടെ UDF-നൊപ്പം LDF-ഉം ചിലയിടങ്ങളിൽ ഒപ്പത്തിനൊപ്പം എത്തുമെന്ന സൂചനകൾ. സ്വതന്ത്രരെ രംഗത്തിറക്കിയത് LDF-ന് തിരിച്ചടിയാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ആത്മവിശ്വാസത്തിലാണ് LDF. ലീഗിന്റെ ഒരു സമയത്ത് വിശ്രമം കഴിഞ്ഞപ്പോഴാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. സ്ഥാനാർത്ഥികൾക്കായി നെട്ടോട്ടമോടിയ LDF വ്യവസായികൾക്കും ബിസിനസ്സുകാർക്കുമൊപ്പം സീറ്റ് നൽകി ഇവരെ സ്വതന്ത്രമായി രംഗത്തിറക്കി. ഇത് എതിരാളികളിൽ നിന്നും പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണങ്ങൾക്കും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആക്ഷേപങ്ങൾക്കും വഴിവെച്ചു. ഇതോടെ പ്രതിസന്ധിയിലായിരുന്ന ഇടതുമുന്നണിക്ക് ഇപ്പോൾ ആത്മവിശ്വാസം പകരുന്നതാണ് സ്വതന്ത്രരുടെ തേരോട്ടം. കാലങ്ങളായി CPIM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ പോകാൻ മടിച്ചിരുന്ന ലീഗ് കോട്ടകളെല്ലാം സ്വതന്ത്രരെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് മണ്ഡല പര്യടനത്തിൽ കാണാൻ സാധിച്ചത്. മാത്രമല്ല ലീഗ് സ്ഥാനാർത്ഥികൾ കിതയ്ക്കുകയോ വിയർക്കുകയോ ചെയ്യുന്നതാകട്ടെ ഇതാദ്യവുമാണ്. മുൻകാലങ്ങളിൽ പാർട്ടി ആരെ നിർത്തിയാലും കണ്ണും പൂട്ടി കോണിക്ക് വോട്ട് ചെയ്തിരുന്ന ജനങ്ങളായിരുന്നു മലപ്പുറത്തുണ്ടായിരുന്നത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രചരണത്തിനായി മണ്ഡലത്തിൽ വല്ലപ്പോഴും വന്നാൽ മതിയാകും. എന്നാൽ ഇന്ന് മലപ്പുറത്തെ ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി മാറി മറിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരും നേതാക്കളുമെല്ലാം വീടുതോറും കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ സ്വതന്ത്രരെ പരിഹസിച്ചും നിസാരരെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്ന ലീഗ് ഇപ്പോൾ വിജയം ഉറപ്പാക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകളായ പൊന്നാനിക്കും താനൂരിനും പുറമെ 1-2 സീറ്റുകളായിരുന്നു തുടക്കത്തിൽ LDF പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. എന്നാൽ ഫോട്ടോ ഫിനിഷിലെത്തുമ്പോൾ 7-ൽ കുറയാത്ത സീറ്റുകൾ ലഭിക്കുമെന്നും മറ്റു മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ കയ്യിലുള്ള നിലമ്പൂർ, ലീഗ് സീറ്റുകളായ തിരൂർ, താനൂർ, മങ്കട, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, എറണാട് എന്നീ മണ്ഡലങ്ങളിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ് എന്നിവർ മത്സരിക്കുന്ന തിരൂരങ്ങാടി, വേങ്ങര മണ്ഡലങ്ങളിലും ലീഗ് നന്നായി കിതക്കേണ്ടി വരുന്നുണ്ട്. CH മുഹമ്മദ് കോയ, സീതി സാഹിബ്, കുട്ടി അഹമ്മദ് കുട്ടി, PK അബ്ദുറബ്, അബ്ദുറഹിമാൻ രണ്ടത്താണി തുടങ്ങിയ ലീഗിലെ പ്രമുഖരെല്ലാം പ്രതിനിധീകരിച്ച താനൂർ മണ്ഡലം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി പാർട്ടി എന്നും സൂക്ഷിച്ചു പോന്നു. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ കടപുഴകിയപ്പോഴും താനൂർ ലീഗിനെ കൈവിട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം ലീഗ് വോട്ടുകളിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ചതായി 4 തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് നിലകൾ വ്യക്തമാക്കുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ. ലക്ഷങ്ങൾക്ക് വിജയിച്ചു കയറിയിരുന്ന ലീഗിലെ ഇപ്പോഴത്തെ ഭൂരിപക്ഷം വെറും 4000-ത്തിലധികമാണ്. ഇത് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കുമെന്ന് LDF വിലയിരുത്തുന്നു. ഒരു ഇടവേള. സ്വപ്ന ഭവനങ്ങളെ കുലീനവും ആഡംബരവുമായി അണിയിച്ചൊരുക്കുവാൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ മോഡേൺ ഡിസൈൻ ടൈൽസ് ആൻഡ് സാനിറ്ററീസുമായി ഫ്ലോറക്സ് ടൈൽസ് തനലൂർ. ലോകോത്തര ബ്രാൻഡുകളുടെ സാനിറ്ററി വെയർസ്, CP ഫിറ്റിംഗ്സ്, ബാത്ത് ഫിറ്റിംഗ്സ്, പ്രയാഗ് കിച്ചൺ സിങ്കുകൾ, ഓൾ ടൈപ്സ് ഓഫ് ഗ്ലാസ് ബേസിൻസ് ആൻഡ് കാബിനറ്റ് ബേസിൻസ്. ഇനി നിങ്ങളുടെ വീടുകളും മനോഹരമാവട്ടെ. വിസിറ്റ് ആൻഡ് ചൂസ് യുവർ ഫേവറൈറ്റ്സ്. ഫ്ലോറക്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, PSM ബിൽഡിംഗ്, വട്ടത്താനി റോഡ്, താനാലൂർ. സ്കൂൾ പഠനവും മദ്രസ പഠനവും സമന്വയിക്കുന്ന ജില്ലയിലെ വേറിട്ടൊരു കലാലയം കാരത്തൂർ മർക്കസ്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. താമസ സൗകര്യത്തോടെ LKG മുതൽ +2 വരെ സ്കൂൾ പഠനം. അനാഥരും അഗതികളുമായ വിദ്യാർത്ഥികൾക്ക് പഠനം, ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായി. കാരത്തൂർ മർക്കസ്, ഉസ്മാനിയാബാദ്, കാരത്തൂർ, തിരൂർ.
പുരുഷന്റെ പൗരുഷത്തിന് ലിനൻ ക്ലബിന്റെ കരുത്ത് ഇനി സ്വന്തം നാട്ടിലും. പുരുഷ വസ്ത്രങ്ങളിൽ എന്നും ആധിപത്യം പുലർത്തുന്ന ലിനൻ ക്ലബ്, വെനർഡി, റൈമണ്ട്, അരവിന്ദ് തുടങ്ങിയ ഷർട്ടിംഗ് സൂട്ടിംഗ്സ്. ഫാഷൻ തരംഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊത്ത് വേഷമൊരുക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ഷോറൂം എന്ന ആലത്തിയൂരിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ലിനൻ വേൾഡ് എക്സിക്യൂട്ടീവ് ഷർട്ടിംഗ്, നിയർ വില്ലേജ് ഓഫീസ്, തിരൂർ റോഡ്, ആലത്തിയൂർ. നിങ്ങളുടെ ഭവനങ്ങളെ രാജകീയമാക്കാൻ അലങ്കാര വിളക്കുകളുടെ അതിരില്ലാത്ത ശേഖരവുമായി അബാദ് ലൈറ്റ്സ്, ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ്, ആലിങ്ങൽ. പ്രകാശം കൊണ്ട് പ്രൗഢിയേകുന്ന ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ലൈറ്റ്സ്, ഔട്ട്ഡോർ ആൻഡ് ഗാർഡൻ ലൈറ്റ്സ് തുടങ്ങി വൈവിധ്യമാർന്ന LED ലൈറ്റുകളുടെയും ഫാൻസി ലൈറ്റുകളുടെയും നൂതന മോഡലുകൾ. അബാദ് ലൈറ്റ്സ്, ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ്, ചമ്രവട്ടം റോഡ്, ആലിങ്ങൽ. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ 43ാം വർഷത്തിലേക്ക് വിസ്ഡം കോളേജ്, BP അങ്ങാടി. അവധിക്കാല ക്ലാസുകൾ 10ാം ക്ലാസ് ഏപ്രിൽ ആദ്യ വാരത്തിലും 9ാം ക്ലാസ് ഏപ്രിൽ 3ാം വാരത്തിലും 8ാം ക്ലാസ് മെയ് ആദ്യ വാരത്തിലും ആരംഭിക്കും. +2 പാരൽ മെയ് ആദ്യ വാരത്തിൽ ആരംഭിക്കും. അവധിക്കാല കോഴ്സുകളിൽ ചേരുന്ന എല്ലാവർക്കും ഗ്രാമറിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തികച്ചും സൗജന്യം. ഇന്ത്യയിലെ പ്രമുഖ സൈക്കിൾ നിർമ്മാതാക്കളായ ഹീറോ, ഹെർക്കുലിസ്, BSA, ആരോൺ തുടങ്ങിയ കമ്പനികളുടെ എല്ലാവിധ മോഡൽ സൈക്കിളുകളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കിണങ്ങുന്ന വിലയിൽ അനേകം വ്യത്യസ്തതകളുമായി ഡീലക്സ് സൈക്കിൾ മാർട്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, തിരൂർ. ഡീലക്സ് സൈക്കിൾ ആൻഡ് ടോയ്സ്, നടക്കാവ്, താനൂർ. പ്രമുഖ കമ്പനികളുടെ ലോക്കുകൾ, വിജാഗിരികൾ, ഓടാമ്പലുകൾ, മൺചിത്രത്താഴ്, എല്ലാവിധ ഡോർ ഫിറ്റിംഗ്സുകളും വളരെ മിതമായ നിരക്കിൽ. സുദർശൻ ബ്രാസേജ്, താഴെപ്പാലം, തിരൂർ. ആധുനികവും കലാമൂല്യവും ഒത്തുചേർന്ന പ്രൗഢിയേകുന്ന സാനിറ്ററി വേഴ്സ്. വിസ്മയം തീർക്കാൻ രാജകീയ മുദ്രയാർന്ന പെയിന്റുകളുടെ വർണ്ണലോകം. ഈടുറ്റതും ഗുണമേന്മയേറിയതുമായ പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ഐറ്റംസ്. ഖത്തർ ടെർലിംഗ്സ്, ഖത്തർ ടവർ, മൂച്ചിക്കൽ, തിരൂർ. വാർത്തകൾ തുടർന്നു. റിസർവ് പോളിംഗ് ഓഫീസർമാർക്ക് മുഴുവൻ പ്രതിഫലവും നൽകിയില്ലെന്ന് പരാതി. ജീവനക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തി. SSM പോളിയിലാണ് സംഭവം. തിരൂർ SSM പോളിയിലെത്തിയ റിസർവ് പോളിംഗ് ഓഫീസർമാർക്കാണ് 2 ദിവസത്തെ വേതനം പൂർണ്ണമായി നൽകിയില്ലെന്ന പരാതി ഉയർന്നത്. ജില്ലയിലെ മറ്റു പല ഭാഗങ്ങളിലും റിസർവ് ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പ്രതിഫലവും നൽകിയതായി ജീവനക്കാർ പറയുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ വനിതാ ജീവനക്കാർക്ക് മുഴുവൻ തുകയും നൽകാൻ തയ്യാറായി. എന്നാൽ മുഴുവൻ ജീവനക്കാർക്കും 2 ദിവസത്തെ മുഴുവൻ വേതനവും നൽകണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് ജീവനക്കാർ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. സ്ത്രീകളടക്കമുള്ള 200ഓളം ജീവനക്കാരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഒരു ദിവസം ഡ്യൂട്ടി 850 രൂപ. തൊട്ടപ്പുറത്തുള്ള ലേഡി എന്നെ പൊന്നാനിയിലേക്ക് വിളിച്ചപ്പോഴാണ് പറയുന്നത് അവിടെ കൂടുതൽ കാശ് കൊടുത്തത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇവർക്ക് ഈ റിപ്പോർട്ടേ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കണക്ക് കൂട്ടിയ സമയത്ത് 2 ദിവസത്തെ ക്ലാസിൻ്റെ കാശ് വേണം, ഈ ഡ്യൂട്ടിയുടെ കാശ് വേണം. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ നടക്കുന്ന ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ആണെങ്കിൽ 1700 രൂപ കൃത്യമായും കൊടുത്തിരിക്കണം. ഇൻസ്റ്റഡ് കൊടുത്തത് ആകെ 850 രൂപ. അപ്പോൾ ഞാൻ പ്രിസൈഡിംഗ് ഓഫീസർ 850 രൂപ. ഇവരെ പല ഉദ്യോഗസ്ഥരോടും ചോദിച്ചപ്പോൾ പലപ്പോഴും പല ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ അവർ ഒന്നതിനനുസരിച്ച് ചെയ്യാം. ഇത് പലപ്പോഴും ഇങ്ങനെ തന്നെ പറയാറുണ്ടായിരുന്നു. എന്ത് കംപ്ലയിൻറ്റിൻ്റെയും മുകളിലേക്ക് അയക്കാമെന്നല്ലാതെ കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളോ കിട്ടാതെ പോകുന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, തുല്യ രീതി എന്നുള്ള രീതിയിലുള്ള ന്യായങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല താലൂക്കുകളിലും പല രീതിയിലുള്ള സാമ്പത്തിക ഡിസ്ബഴ്സ്മെന്റ്, മാന്യമായ പ്രതിഫലം അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലത്തെ പ്രതിഫലം കിട്ടുമെന്നും അല്ലെങ്കിൽ മറ്റുള്ള സെന്ററുകളിലുള്ള പോലത്തെ പ്രതിഫലം കിട്ടുമെന്ന് തന്നെയല്ലേ ഞങ്ങൾ പ്രതീക്ഷിക്കുക. അതാണല്ലോ ന്യായം. ഇത് അങ്ങനെ 2 തരം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിവിടെ ബോധ്യപ്പെടുത്താൻ അതോറിറ്റികൾക്ക് കഴിഞ്ഞിട്ടും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം. തുടർന്ന് തഹസിൽദാർ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം മുഴുവൻ തുകയും നൽകാമെന്ന് അറിയിച്ചതോടെയാണ് കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. പ്രശ്നം പരിഹരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച തെറ്റാണെന്ന് അവർ സമ്മതിക്കുകയും 2 ട്രെയിനിങ് ക്ലാസിൻ്റെ തുക പ്രിസൈഡിംഗ് ഓഫീസർക്ക് 350, 500 പ്ലസ് 1200 രൂപ വെച്ച് കൊടുക്കാമെന്ന് സമ്മതിച്ചു. ബാക്കിയുള്ളിടത്ത് കൊടുത്ത തുക തന്നെ ഇപ്പോൾ കൊടുക്കാമെന്ന് സമ്മതിച്ചത് ലേഡീസിന് മാത്രമാണ് ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ജെൻസിൻ്റെയൊക്കെ ഇനി നാളെ വീണ്ടും വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ വരുമ്പോഴാണ് അവരുടെ തുക കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. BJP തൃക്കണ്ടിയൂർ മേഖലയിൽ നിശബ്ദ പ്രചരണം നടത്തി.
അവസാനഘട്ട പ്രചരണ തിരക്കിലാണ് മുന്നണികളെല്ലാം. സ്ഥാനാർത്ഥികളും അണികളും പരസ്യപ്രചരണത്തിനുള്ള സമയം അവസാനിച്ചതോടെ നിശബ്ദ പ്രചരണം നടത്തുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ തൃക്കണ്ടിയൂർ മേഖലയിൽ നിശബ്ദ പ്രചരണം നടന്നു. മനോജ് പാറശ്ശേരി, സുനിൽ പരിയാപുരം, ഇ രതീഷ്, PT മോഹനൻ, K സന്തോഷ്, ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരസ്യപ്രചരണങ്ങൾ അവസാനിച്ചതോടെ നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളും അണികളും. പരസ്യപ്രചരണം അവസാനിച്ച് നിശബ്ദ പ്രചരണ ദിവസവും നേതാക്കൾക്ക് വിശ്രമമില്ലാത്ത ദിനം തന്നെയായിരുന്നു. വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ തന്നെയാക്കാനുള്ള അവസാന ശ്രമത്തിലായിരുന്നു നേതാക്കളും മുന്നണികളും. വോട്ടുകൾ ചോരാതിരിക്കാനുള്ള തന്ത്രങ്ങളും നിശബ്ദ പ്രചരണ ദിവസം തന്നെയാണ് മെനഞ്ഞത്. വോട്ട് ലഭിക്കില്ലെന്നുറപ്പുള്ള വ്യക്തികളെയും കുടുംബങ്ങളിലെയും ഒരിക്കൽ കൂടി ചെന്ന് വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഇനി നിങ്ങളോട് പറയുന്നില്ലെന്ന അവസാന വാക്കോടെയാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾ ഇറങ്ങുന്നത്. വോട്ടുകളിൽ അടിയൊഴുക്ക് വരാതിരിക്കാനുള്ള തന്ത്രങ്ങളും മുന്നണികൾ പയറ്റുന്നുണ്ട്. ജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷ കൈവിടാതെയാണ് നിശബ്ദ പ്രചാരണ ദിവസവും മുന്നണി നേതാക്കൾ വോട്ടർമാരെ കാണുന്നത്. ഇനി വിട്ടുപോയവരാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമാണ് മുന്നണി ഓഫീസുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ആരു പറഞ്ഞാലാണ് ഇളകി നിൽക്കുന്ന വോട്ടുകൾ അനുകൂലമാക്കുക, അവരെ കൊണ്ട് തന്നെ പറയിക്കാനാണ് മുന്നണികൾ ശ്രദ്ധ ചെലുത്തുന്നത്. എല്ലാം ഒരിക്കൽ കൂടി കണ്ണോടിച്ച് ഇനി വരുന്നിടത്ത് കാണാം എന്ന ആശ്വാസത്തിൽ പ്രവർത്തകർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. താനൂർ ശോഭാപ്രഭു ക്ഷേത്രത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ നടപടി അപലപനീയമാണെന്ന് ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ. താനൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രകടന പത്രികയിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നത്. ഒരു ഇടവേള. അറിവിന്റെ ലോകത്ത് 19 വർഷത്തെ മികവുറ്റ സേവനവുമായി പുതുതലമുറയ്ക്ക് വിജ്ഞാനം പകർന്നു നൽകാൻ ഞങ്ങൾ ഒരുക്കുന്നു വനിതകൾക്കു മാത്രമായി +1, +2 ഡിഗ്രി PPTTC ഹിന്ദി കോഴ്സുകൾ. നവോദയ സെന്റർ ഫോർ എക്സലൻസ്, പുറത്തൂർ റോഡ്, നിയർ ഹൈസ്കൂൾ, ആലത്തിയൂർ. തിരൂരിലെ ഏറ്റവും വലിയ കളിവീടിന്റെ മായിക ലോകം പ്ലേ ഹൗസ്, അൺലീഷിംഗ് ചൈൽഡ് ക്രിയേറ്റിവിറ്റി. വിവിധ കമ്പനികളുടെ കളിപ്പാട്ടങ്ങൾ, കളിത്തൊട്ടിൽ, കളിയൂഞ്ഞാൽ, ബേബി വാക്കർ, ബേബി ഫർണിച്ചർ തുടങ്ങി കുട്ടികളുടെ മാനസികോല്ലാസത്തിന് വേണ്ടതെല്ലാം പ്ലേ ഹൗസിൽ ഒരുക്കിയിട്ടുണ്ട്. പ്ലേ ഹൗസ്, അൺലീഷിംഗ് ചൈൽഡ് ക്രിയേറ്റിവിറ്റി, ദാറുസലാം ആർക്കേഡ്, KG പടി, പൂങ്ങോട്ടുകുളം. മലപ്പുറം ജില്ലയുടെ വസ്ത്രവ്യാപാര കേന്ദ്രമായ കോട്ടയ്ക്കലിൽ ലിനൻ വസ്ത്രങ്ങൾക്കും ജെൻസ് ടൈലറിംഗിനും മാത്രമായി ഒരു മൾട്ടി ബ്രാൻഡഡ് ലിനൻ ഷോറൂം. ലിനൻ സ്റ്റോർ, ലിനൻ ക്ലബ്, ക്ലബ്ബർ ഗോയൻ, ജഹാംസ്റ്റഡ് തുടങ്ങിയ ലോകോത്തര ലിനൻ ബ്രാൻഡുകൾ. ലിനൻ സ്റ്റോർ, NH ചങ്കുവെട്ടി ജംഗ്ഷൻ, കാലിക്കറ്റ് റോഡ്, കോട്ടയ്ക്കൽ. തിരൂരിന് ഇഷ്ടവിഭവങ്ങൾ സമ്മാനിച്ച ഫ്രൈഡേസിൽ നിന്നും ഇപ്പോൾ സ്നേഹബന്ധങ്ങൾക്ക് അതിമധുരമേകാൻ ഫ്രൈഡേസ് ബേക്സ് ഹബ്. ഫ്രൈഡേസ് റെസ്റ്റോറന്റിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഫ്രൈഡേസ് ഗ്രൂപ്പ് ഒരുക്കുന്നു ബിഗ് ധമാക്ക. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ 500 രൂപയുടെ ബില്ലിനും സമ്മാന കൂപ്പൺ ലഭിക്കുന്നു. ഫ്രൈഡേസ് ബേക്ക് ഹബ്, നിയർ സ്റ്റേഡിയം, താഴെപ്പാലം, തിരൂർ. ദ വെസ്റ്റേൺ ഇന്ത്യ റെയിൽവേ പ്ലൈവുഡ്, മറൈൻ പ്ലൈവുഡ്, 100% ഗർജൻ പ്ലൈവുഡ്, VIR MDF, PVC ഷീറ്റ്സ് തുടങ്ങി പ്ലൈവുഡുകളുടെ വ്യത്യസ്ത ശേഖരവുമായി TMK പ്ലൈവുഡ് കമ്പനി, എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ഓഫ് പ്ലൈവുഡ്, ഗ്ലാസ് ആൻഡ് MDF, കുറ്റിപ്പുറം റോഡ്, കണ്ണംകുളം, BP അങ്ങാടി, തിരൂർ. Color Balloon with the Kids, the complete kids showroom in Kerala. നാഷണൽ ഗ്ലാസ് ഹൗസ്, നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ, കിച്ചൺ ഫിറ്റിംഗ്സുകൾ, കബോർഡ് ആൻഡ് ഡോർ ഫിറ്റിംഗ്സുകൾ, ഗ്ലാസുകൾ, പ്ലൈവുഡുകൾ, ലോക്കുകൾ എന്നിവയുടെ ബൃഹത്തായ ശേഖരവുമായി തിരൂരിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം നാഷണൽ ഗ്ലാസ് ഹൗസ്, താഴെപ്പാലം, തിരൂർ. വാർത്തകൾ തുടർന്നു. പുത്തനത്താണിയിൽ വാഹനാപകടം. അപകടത്തിൽ കോഴിക്കോട് സ്വദേശിയും എലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ കിഷൻ ചന്ദന് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങും വഴി ഇവർ സഞ്ചരിച്ച കാർ സ്പിരിറ്റുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തലനാഴിയേക്കാണ് വൻ ദുരന്തം വഴിമാറിയത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തനത്താണിയിൽ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിലുണ്ടായ സ്പിരിറ്റ് ചോർച്ച പരിഭ്രാന്തി പരത്തി. ഫയർഫോഴ്സും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ചോർച്ച അടച്ചത്.
പുലർച്ചെ 6:10 സ്പിരിറ്റ് കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയിൽ കാർ നിയന്ത്രണം വിട്ടിടിച്ച സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. ഇതിലും വലിയ ദുരന്തം തലനാരിഴയ്ക്കാണ് വഴിമാറിയത്. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചത് ലോറിയുടെ ഡീസൽ ടാങ്കറിലായിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതായേനെയെന്നാണ് ലോറി ഡ്രൈവർ ചന്ദ്രശേഖരൻ പറയുന്നത്. ഇക്കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥർ തുറന്നു സമ്മതിച്ചിരുന്നു. അപകടം സംഭവിച്ച 6:10 മുതൽ ടാങ്കറിൽ നിന്ന് സ്പിരിറ്റ് പുറത്തേക്കൊഴുകി തുടങ്ങിയിരുന്നു. ആദ്യം ഒരു വാൽവിൽ നിന്നു മാത്രമാണ് ചെറിയ തോതിൽ സ്പിരിറ്റ് പുറത്തേക്കൊഴുകിയിരുന്നത്. എന്നാൽ അധിക സമയമെടുക്കാതെ രണ്ടാമത്തെ വാൽവിലും ചോർച്ച അനുഭവപ്പെട്ടു. പരിഭ്രാന്തരായ എയർഫോഴ്സും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വാൽവിലെ ചോർച്ച താൽക്കാലികമായി അടച്ചുവെങ്കിലും പൂർണ്ണമായി സ്പിരിറ്റ് ചോർച്ച തടയാൻ കഴിഞ്ഞില്ല. സ്പിരിറ്റ് ചോർച്ചയുണ്ടായ ഭാഗം ചൂടാകാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചാണ് മറച്ചിരുന്നത്. ടാങ്കറിൽ 20,000 ലിറ്റർ സ്പിരിറ്റാണുള്ളത്. അതുകൊണ്ട് കനത്ത ചൂടോ സ്പാർക്കോ ഉണ്ടായാൽ വൻ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്ന് കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്നു. 5 കിലോമീറ്റർ വരെ കത്തിച്ചാമ്പലാകാവുന്ന ഒരു ദുരന്ത സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടും തൃശൂരിലെ പുതുക്കാട് KC ഡീസലറീസ് എന്ന കമ്പനിയുടെ ഭാഗത്തു നിന്ന് ടാങ്കർ നീക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയും ടാങ്കറിൽ നിന്നുള്ള ചോർച്ച അടക്കാൻ ശ്രമം നടന്നിരുന്നു. റോഡരികിൽ കിടക്കുന്ന ടാങ്കറിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരുപ്പൂക്കയിൽ ഉഴൂർപ്പറമ്പിൽ ഇബ്രാഹിം നിര്യാതനായി. 62 വയസ്സായിരുന്നു. സൈനഭയാണ് ഭാര്യ. അബ്ദുൽ ലത്തീഫ്, സൈദലവി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിനായി ജില്ല സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ വിപുലമായ സംവിധാനങ്ങൾ. പൊതു തെരഞ്ഞെടുപ്പുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിരു SSM പോളിയിൽ നടന്നു. പോളിംഗ് യന്ത്ര സാമഗ്രികളുടെ വിതരണം കുറ്റമറ്റ രീതിയിൽ നടത്തിയതായി തിരു സബ് കളക്ടർ അദീല അബ്ദുള്ള. റിസർവ് പോളിംഗ് ഓഫീസർമാർക്ക് മുഴുവൻ പ്രതിഫലവും നൽകിയില്ലെന്ന് പരാതി. ജീവനക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തി. സ്പിരിറ്റുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് എലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കിഷൻ ചന്ദിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടുകൂടി വാർത്താ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.